ട്രംപ് വല്ലാതെ കിടന്ന് തിളക്കുകയാണ്. റഷ്യയുമായി നമ്മൾ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ട്രംപിനെ ചൊടിപ്പിച്ചത് മുഴുവൻ നമ്മൾ ഇന്ത്യൻ രൂപ കൊടുത്തിട്ടാണ് എണ്ണ വാങ്ങുന്നത്. ഡോളറിനെ അവിടെ ഇടിച്ച് താഴ്ത്തി നമ്മുടെ പൈസ വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്. അപ്പൊ നമുക്ക് ആദ്യം 20 ആക്കി 25 ആക്കി പിന്നീട് വീണ്ടും 25 കൂട്ടി താരിഫ് അങ്ങനെ 50 ആക്കി. ഇനി അത് 500ലേക്ക് പോകുമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഇറാനുമായി നമ്മൾ ഏതെങ്കിലും തരത്തിൽ വ്യാപാര ബന്ധങ്ങൾ നടത്തിയാൽ 20% താരിഫ് ആക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ടും നരേന്ദ്രമോദിക്ക് ഒരു കുലുക്കുമില്ല, ഇന്ത്യക്ക് ഒരു കുലുക്കുമില്ല. എന്ത് വേണോ ആയിക്കോ നടത്തിക്കോ എന്ന് പറയുന്നത് പോലെയാണ്. എന്താണ് ഇന്ത്യ ഇങ്ങനെ ഒരു എന്താ പറയാ, സാധാരണ അമേരിക്ക എന്നൊക്കെ പറഞ്ഞാൽ ലോക പോലീസാണ്. അമേരിക്ക നിയന്ത്രിക്കുന്നിടത്താണ് രാജ്യങ്ങൾ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അതിന്റെ അകത്ത് കയറി അവിടുത്തെ നേതാവിനെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ജയിലിൽ അടയ്ക്കുക. അതാണ് അമേരിക്ക ചെയ്യുന്നത്. പക്ഷെ ഇന്ത്യ അടുത്ത് ഒരു വിരട്ടും പോകുന്നില്ല. അപ്പൊ ഇനി എന്തായിരിക്കും അമേരിക്കയുടെ അടുത്ത സ്റ്റേജ്? ലോക പോലീസ് കളിക്കുന്നു ഇന്ത്യ അടുത്ത്. ലോക പോലീസ് കളിക്കുന്നു ഇന്ത്യ അടുത്ത്. നമുക്ക് ചർച്ച അല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങൾ പറയുമ്പോൾ മനസ്സിലാകും. ലോക പോലീസ് കളിക്കുന്നു ഇന്ത്യയുടെ അടുത്ത്. ഇന്ത്യയെ ലക്ഷ്യം വെച്ചാണ് ട്രംപ് പല കാര്യങ്ങളും നടത്തുന്നത്, അല്ലെങ്കിൽ നീക്കങ്ങൾ നടത്തുന്നതിന് ഉള്ളതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇപ്പൊ ഈ 25% താരിഫ് അല്ലെങ്കിൽ ആ രാജ്യവുമായിട്ട് ഇറാനുമായിട്ട് കച്ചവടം നടത്തുന്നവർക്ക് 20% താരിഫ് എന്ന് പറയുമ്പോൾ അത് ഒളിയമ്പ, ഇന്ത്യക്കെതിരെയുള്ള ഒളിയമ്പ. കാരണം ഇതിനകത്ത് 25% താരിഫ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 2022-23 നമ്മൾ അവരുമായിട്ടുള്ള കയറ്റുമതി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2.33 ബില്യനാണ്. അതിനകത്ത് 1.66 ബില്യൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കയറ്റുമതി ചെയ്തേക്കുന്നത് നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. അതിനകത്ത് 2.33 ആകുമ്പോൾ അതിനകത്ത് 1.66 ബില്യൺ നമ്മുടെ കയറ്റുമതിയാണ്. മനസ്സിലായി. നമ്മുടെ കയറ്റുമതി എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ ഗുണം. ഇറക്കുമതി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കും പൈസ, നമ്മുടെ കയറ്റുമതിയാണ്. അപ്പോൾ ആ രാജ്യമായിട്ട് നല്ലൊരു കയറ്റുമതി ഇറക്കുമതി നമ്മൾ ബന്ധമുണ്ട്. ഈ രാജ്യമായിട്ട് നമ്മൾ 1950 തൊട്ട് ആര് ഭരണത്തിൽ വന്നാലും നമുക്ക് അറിയേണ്ട കാര്യമില്ല. നമ്മളുമായിട്ട് നല്ല ബന്ധമാണ്. നമ്മുടെ ഒരു തുറമുഖം അവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് വെച്ച് ഞങ്ങൾ ഉടക്കം വെച്ചിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ട്. നമ്മളുമായിട്ട് നല്ല ബന്ധം. ഇപ്പൊ അവിടെ അകത്ത് ആഭ്യന്തര കലകം അവിടെ തീർത്തോട്ട്. കാരണം അവിടുത്തെ ഭരണാധികാരി മോശമാണോ, അവിടുത്തെ ഭരണാധികാരിക്ക് പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം നമുക്കറിയേണ്ട കാര്യമില്ല. ആ ഭരണാധികാരി ആരിക്കുമ്പോഴും നമ്മളുമായിട്ട് നല്ല ബന്ധം. ഭരണാധികാരി മോശം ഉണ്ടെങ്കിൽ അവിടെ വെള്ളം നടത്തി അവർ തീർത്തോട്ട്. അപ്പം അതാണ് നമ്മളല്ലേ, നമ്മളതുകൊണ്ട് അതിനകത്ത് അഭിപ്രായം പറയാൻ പോകുന്നില്ല. ഇത് ലോ പോലീസ് കളിച്ചില്ലേ കഴിഞ്ഞ ദിവസം വെൻസിലയിൽ ചെന്നിട്ട് അവിടുത്തെ പ്രസിഡന്റിനെയും എടുത്തോണ്ട് പോയി. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ തീരട്ടെ. അവിടെ ജനാധിപത്യ സംവിധാനമില്ല, അയാളെ മാറ്റാൻ അവിടെ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. അല്ലാതെ അയാളെ പ്രസിഡന്റ് അവിടെ നിർത്തുന്നു വേണ്ടി അവിടെ കയറി അവരുടെ കച്ചവടം രാജ്യം മൊത്തം പിടിച്ചിറക്കി എണ്ണ കച്ചവടം നടത്തുന്നതാണോ ന്യായം? അതും ഈ പറഞ്ഞ ലോക പോലീസിന്റെ കാര്യം പറഞ്ഞു. അതുപോലെ ഇപ്പോഴത്തെ ഗ്രീൻലാൻഡ് പിടിച്ചടക്കാൻ പോവുക. ഗ്രീൻലാൻഡിലെ ആൾക്കാർ ഞങ്ങളോട് സ്നേഹിക്കുന്നു. അവിടുത്തെ ആര് പറഞ്ഞിടക്കുകയും സഖ്യരാജ്യങ്ങൾ പറഞ്ഞിടക്കുകയും പോലും വില കൊടുക്കാതെ ആ രാജ്യത്തെ അല്ലെങ്കിൽ ഇതാക്കാൻ പോകുന്നില്ല. മാത്രമല്ല റഷ്യ യുക്രൈൻ തമ്മിലുള്ള ബന്ധം കണ്ടില്ലേ? റഷ്യ യുക്രൈൻ തമ്മിലുള്ള യുദ്ധം ഇവനെല്ലാം ഉണ്ടാക്കി കൊടുത്തു. അവസാനം ഇപ്പൊ പറഞ്ഞു വേണമെങ്കിൽ ഇയാള് റഷ്യ പറയുന്ന നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, അല്ലാതെ മാർഗമൊന്നുമില്ല എന്നിട്ട് പറഞ്ഞിട്ട് അവിടുത്തെ പ്രതിവാദവും മൊത്തം ഇത്ര നാൾ യുദ്ധം ചെയ്തതിന്റെ കയറും പിടിച്ചു വെക്കുന്നു. അപ്പൊ ഇത് നമ്മുടെ അടുത്ത് പലവട്ടം നോക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് മൂട്ടിക്കൊണ്ടാ നിൽക്കുന്നത്. കാരണം പറയാം ഇതിനകത്ത് ചോദിച്ചില്ല എന്തുകൊണ്ട് നടക്കുന്നില്ലെന്ന്. നമ്മൾ 1-2 ഉദാഹരണം പറഞ്ഞുതരാം. റഷ്യയുമായിട്ടുള്ള ബന്ധം, അതായത് സോവിയറ്റ് യൂണിയൻ ഉള്ള കാലം തൊട്ടേ ഇന്ത്യക്കുണ്ട്. ഇത് യാതൊരു കാരണവശാലും റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ആര് വിചാരിച്ചാലും ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് അറിയും. സോവിയറ്റ് യൂണിയത്തിന്റെ വിഭജനത്തിന് ശേഷമാണ് അമേരിക്കയായിട്ടുള്ള ബന്ധം. അതുകൊണ്ട് 10-20 കൊല്ലം കൊണ്ട് ഉണ്ടാക്കി അമേരിക്കയെ ഒന്ന് വിശ്വാസത്തിലാക്കിക്കൊണ്ട് വരുമായിരുന്നു ഇന്ത്യക്കാർക്ക്. ഇതുവരെ വിശ്വാസമില്ലായിരുന്നു. അതിപ്പോ ട്രംപ് കളഞ്ഞു വിളിച്ചു. നേരത്തെ ഈ വിഷയം വന്നപ്പോൾ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ട്രംപ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ റഷ്യയുമായിട്ടുള്ള ബന്ധം നിർത്തണം, അല്ലെങ്കിൽ 50% താരിഫ് നൃത്തത്തിലെന്നറിയാമല്ലോ. അപ്പൊ നൃത്തത്തിലെന്നറിയാൻ മനഃപൂർവ്വം കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. എന്നിട്ട് അവരുമായിട്ടുള്ള വ്യാപാരം ഇപ്പൊ 25% അധിക തീരുവ നമ്മൾക്ക് ഏർപ്പെടുത്തി, 50% അധിക തീരുവ നമ്മൾക്ക് ഏർപ്പെടുത്തി. ഇപ്പൊ ഏറ്റവും അവസാനം ഈ തീരുവ നമുക്ക് ബാധകമല്ലെന്നും ബാധകമാണെന്നും പറയുന്നുണ്ട്. ആണെങ്കിൽ 75% വരും. അപ്പൊ നമ്മുടെ കയറ്റുമതി പൂർണ്ണമായിട്ടും അവിടുത്തെ ആൾക്കാർക്ക് വില കൂടുതലായതുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ ഇതിനെ മറികടന്ന് നമ്മൾ അത് കഴിഞ്ഞ ദിവസം വാർത്തയിൽ നിന്ന് മനസ്സിലായി. ഇതിനെ മറികടന്നത് ജയശങ്കറാ മറികടന്നത്, അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയാണ് മറികടക്കുന്നത്. മോദി പോലും അല്ല കാര്യം പറയുന്നത്. ജയശങ്കറുടെ തീരുമാനം മറികടന്ന് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മാത്രം കഴിഞ്ഞ ദിവസത്തെ ഏറ്റവും അവസാനത്തെ ലിസ്റ്റ് വന്നപ്പോൾ അവിടത്തെക്കാട്ടി കൂടുതൽ ഇതേ സാധനം കയറ്റുമതി ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. ഇവന്റെ കച്ചവടം ഇല്ലെങ്കിലും നമുക്ക് വിജയിക്കാം. അപ്പൊ എല്ലാ രീതിയിലും നമ്മുടെ മുന്നേറ്റം കൊണ്ടുവരുന്നത്. അപ്പം അവിടെ കച്ചവടം ബ്ലോക്ക് ചെയ്യുന്നു. കാരണം റഷ്യയുമായിട്ടുള്ള ബന്ധം ഇന്ത്യക്ക് പ്രതിരോധ രീതിയിലും മറ്റ് പല രീതിയിലും ഉള്ളപ്പോഴും എണ്ണ മാത്രമല്ലല്ലോ, നമ്മൾ ആയുധങ്ങൾ മൊത്തം അവിടെ നിന്നല്ലേ മേടിക്കുന്നത്. ഒരിക്കലും ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തപ്പോൾ അത് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതൊക്കെ കാണിക്കുമെന്ന് പറയുമ്പോൾ ആ നിർബന്ധം പിടിക്കുന്നതിന്റെ അർത്ഥം ഉടക്കി തന്നെ നിന്നോട്ടെ, അല്ലെങ്കിൽ ഇന്ത്യയും അല്ലെങ്കിൽ അമേരിക്കയും തമ്മിലുള്ള ബന്ധം അത്ര ഊഷ്മളമായിട്ട് മുന്നോട്ട് പോകണ്ടെന്നല്ലേ കണ്ടെന്നല്ലേ. നമ്മൾ എന്നിട്ടും
മര്യാദയ്ക്ക് പൊക്കോട്ടെ, നമുക്ക് എക്കണോമിക്കൽ ഗ്രോത്ത് ഉണ്ടാക്കട്ടെ എന്നുകൊണ്ട് നമ്മുടെ അവിടെ നിന്ന് എണ്ണ കൂടുതൽ മേടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും അവസാനം ഇതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഞാൻ ഇറാന്റെ കാര്യം പറഞ്ഞില്ല, ഒരു രീതിയിൽ അമേരിക്ക ബാധിക്കുന്നില്ല. അമേരിക്ക നമ്മൾ കയറ്റുമതി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറയുന്നത് ബസ്മതി റൈസ്, അതുപോലെ ഫ്രഷ് ഫ്രൂട്ട്സ്, ഇങ്ങനത്തുള്ള സാധനങ്ങൾ അമേരിക്കയുടെ കയറ്റുമതി അല്ലെങ്കിൽ അവരുടെ ഇതിനെ ബാധിക്കുന്നൊന്നുമല്ല. എന്നിട്ടും നമ്മളെ കുഴപ്പത്തിലാക്കാൻ ഇതുപോലെ ബന്ധമുള്ള രാജ്യവുമായിട്ട് അതായത് നമ്മളുമായിട്ട് ഉള്ള ബന്ധം വഷളാക്കാൻ വേണ്ടി നമ്മളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ വ്യാപാരക്കാർ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വീണ്ടും ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. അവന്റെ ഈ പറയുന്നത് പോലെ സോയാബീൻ കച്ചവടം ഇവിടെ നടക്കത്തില്ല, അവിടുത്തെ ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ പാൽ ഇവിടെ നടക്കത്തില്ല, ഇതിന് അനുവദിച്ചു കൊടുക്കുന്ന അവസ്ഥയേ ഇല്ല. അതായത് എന്ത് ബന്ധമുണ്ടെങ്കിലും ബന്ധമില്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യക്ക് ദോഷമായി വരുന്ന യാതൊരു രീതിയിൽ നിന്ന് കൊടുക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ഇപ്പോഴും വ്യാപാരക്കാരാണ് നടക്കാത്തത്. അപ്പം അതിനകത്ത് വഴങ്ങി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജയശങ്കർ പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ പീയൂഷ് ഗോയൽ ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും നടക്കാതെ അപ്പം നമ്മളുമായിട്ട് ഏറ്റുമുട്ടാണ്. അപ്പം ഇവിടുത്തെ ട്രംപ് വിചാരിക്കുന്നത് ഇവനെ ഏറ്റുമുട്ടിട്ട് ഇനി 3 കൊല്ലം കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇനി വരുതിക്ക് വരും. കാരണം ഇന്ത്യക്ക് അവിടുത്തെ ഇപ്പോഴത്തെ ഇന്ത്യയുമായിട്ടുള്ള ഈ താരിഫ് ഏറ്റുമുട്ടലിനകത്ത് അവിടുത്തെ ട്രഷറി സംവരണത്തിനകത്ത് 20% കുറവ്, അല്ലെങ്കിൽ അവിടുത്തെ സാധാരണക്കാരിടയിൽ സാമ്പത്തിക ഞെരുക്കം അല്ലെങ്കിൽ പണപ്പെരുപ്പം ഒക്കെ ഉണ്ടാക്കുമ്പോഴും ചുമ്മാതെ മസിൽ പിടിച്ചുകൊണ്ടിരിക്കുക. ഈ ബന്ധം കഴിഞ്ഞ ദിവസം ബന്ധം പുനഃസ്ഥാപിക്കാൻ വീണ്ടും ഇയാൾ വന്നുകൊണ്ടിരിക്കും. ഇവന് തലയ്ക്ക് പട്ടാമെന്നുള്ള കാര്യത്തെ പറ്റി ഇപ്പൊ ലോകം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക ട്രംപിന്. അപ്പം ഈ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മൈ ഫ്രണ്ട് എന്ന് പറയുമ്പോഴും ഇന്ത്യയെ കുരുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം നല്ലതല്ലാതെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അതിന് യാതൊരു കാരണവശാലും ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ വഴങ്ങിക്കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നിന്നു കൊടുക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. ഇപ്പോഴും വ്യാപാര കരാർ ഇയാൾ ആഗ്രഹിക്കുന്ന പോലെ നടത്തുന്നതിന് വേണ്ടിയൊക്കെയാണ്. പക്ഷെ ഇന്ത്യ അവിടുത്തെ ആവശ്യം സോയാബീൻ ഇവിടെ നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അവിടുത്തെ ഈ പറയുന്ന കൃഷി സാധനങ്ങൾ അല്ലെങ്കിൽ കുഴപ്പമുള്ള സാധനങ്ങൾ ഇവിടെ ഇറക്കുമതി ഇവിടുത്തെ കൃഷിക്കാരെ ബാധിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ അവിടുത്തെ പാൽ നമ്മൾ പറയത്തില്ലേ നോൺ വെജ് പാൽ എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ പാൽ ഇവിടെ ഇറക്കുമതി കച്ചവടം ചെയ്യുന്നത്. നമ്മളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ പാല് കച്ചവടം ചെയ്യുന്ന രാജ്യം. 9 കോടി ക്ഷീര കർഷകരുണ്ട്. ഇതാക്കുന്നതിന് വേണ്ടി മോദി വളരെ പണിപ്പെട്ട് വളരെ കൂടുതൽ ആനുകൂല്യം കൊടുത്ത് അവിടോട്ടാണ് ഇവന്റെ ആർട്ടിഫിഷ്യൽ പാൽ ഇറക്കാൻ വരുന്നത്. മനസ്സിലായി? ഇവിടെ ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് ഈ പൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ ഈ നെയ്യും പാലും ഇവിടുത്തെ ഉപയോഗിക്കുന്നത്. ഇത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നോൺ വെജ് ആയിട്ടുള്ള പാൽ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പൊ അത് നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. യാതൊരു അഡ്ജസ്റ്റ്മെന്റിനും പോകുന്ന അവസ്ഥയിൽ നമ്മൾ വെല്ലുവിളിക്കാനൊന്നുമില്ല. ഇയാൾ താരിഫ് ഏർപ്പെടുത്തോ 25% ഒന്നും മിണ്ടിയില്ലല്ലോ. നമ്മൾ അന്നേരം കൂടുതൽ സാധനം റഷ്യയിൽ നിന്ന് മേടിച്ചു. 50% അന്നേരം നമ്മളൊന്നും മിണ്ടിയില്ല. അതിനെക്കാട്ടി കൂടുതൽ സാധനം റഷ്യയിൽ നിന്ന് മേടിച്ചു. ബാക്കിയുള്ള ലോകത്ത് യൂറോപ്യൻ കൺട്രിയായിട്ടും G7 രാജ്യങ്ങളുമായിട്ടും നാറ്റോ രാജ്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ EC രാജ്യങ്ങളുമായിട്ടൊക്കെയുള്ള വ്യാപാരക്കാരുണ്ടാക്കി നമ്മൾ ഇവന്റെ സാധനമെല്ലാം അങ്ങോട്ട് കച്ചവടം ചെയ്തു. എന്നിട്ട് കണക്ക് നോക്കിയപ്പോൾ അവിടെ കച്ചവടം ചെയ്യുന്ന കഴിഞ്ഞ കൊല്ലം കച്ചവടം ചെയ്യുന്നതിനെക്കാട്ടി കൂടുതൽ കയറ്റുമതി നമുക്കുണ്ടാക്കി. അപ്പൊ എല്ലാ രീതിയിലും നമ്മളെ കൊണ്ട് ഡോളറിന്റെ മൂല്യം കുറയുന്നു. ഡോളറിന്റെ ക്രയം നമ്മൾ കുറയ്ക്കുന്നു. ഡോളറുമായിട്ടുള്ള സംഭരണ അല്ലെങ്കിൽ നമ്മുടെ ഡെപ്പോസിറ്റുകൾ മാറ്റുന്നു. ഈ രീതിയിലൊക്കെ നമ്മൾ അങ്ങോട്ട് പണി കൊടുക്കുന്നു. നമ്മൾ മിണ്ടാൻ പോകുന്നില്ല. അതായത് ഈ 3 കൊല്ലം കൂടെ കഴിയുമ്പോൾ ഒരുപക്ഷെ ഇപ്പോഴും അമേരിക്കയ്ക്ക് പിടിച്ചേക്കണം ഇന്ത്യ താങ്ങി ഒക്കത്തുള്ളൂ. കാരണം ആ രീതിയിലേക്ക് കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇന്ത്യ യാതൊരു കാരണവശാലും അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല. വർത്തമാനം അത്യാവശ്യം പറയാൻ പോലും പ്രധാനമന്ത്രി തയ്യാറാവുന്നില്ല. അതിനുവേണ്ടി പോലും പീയൂഷ് ഗോയലിനെ അല്ലെങ്കിൽ ഏറ്റവും വേണ്ട അടുത്തുള്ള വിദേശകാര്യമന്ത്രിയൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതായത് ജയശങ്കറാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. വേണോ വ്യാപാര കരാർ വേണോ, ഇന്ത്യയുടെ താല്പര്യം സംരക്ഷിച്ചാൽ മതിയാവും. അല്ലെങ്കിൽ താരിഫോ നിങ്ങൾ ഒറ്റയ്ക്കോ, ഞങ്ങൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തോളാം. ഇന്നാളുമായിട്ട് ബന്ധമുണ്ട്, അത് ഞങ്ങളുടെ വിദേശകാര്യ നയമാണെന്നാണ് ജയശങ്കർ പറഞ്ഞത്. റഷ്യയുമായിട്ട് ബന്ധമുണ്ട്, ഞങ്ങളുടെ വിദേശ നയമാണ്, നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഇറാനുമായിട്ട് ബന്ധമുണ്ട്, ഞങ്ങളുടെ വിദേശ നയം, ഞങ്ങൾക്ക് ഇടപെടേണ്ട കാര്യമുള്ളത് 54 തൊട്ട് അല്ലെങ്കിൽ 50 തൊട്ടുള്ളതാ. അതിനകത്ത് ആരിടപെട്ടാലും മാറുന്ന ഒരു അവസ്ഥയില്ല. ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ മാത്രമായിരിക്കും എന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതായത് ട്രംപ് തീരുക എന്നുള്ളതല്ലാതെ അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ഇയാൾ ഈ ഇടയ്ക്ക് വരട്ടും രാവിലെ കാര്യം പിടിക്കും, രാവിലെ കാര്യം പിടിക്കും. ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യയുടെ മാത്രമാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.